ഹലോ പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനി മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. കാരണം മുത്തശ്ശനോടും മുത്തശ്ശിയും അതുപോലെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇനിയും തുറന്ന് പറയാതിരുന്നാൽ ആദ്യത്തെ അനുഭവം അനാമികയുടെ വിവാഹത്തിനും ഞാനിതുപോലെ മനസ്സിൽ തുറന്ന് പറയാൻ വൈകിട്ടുണ്ടായിരുന്നു. അന്ന് ആദർശേട്ടൻ പറഞ്ഞത് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വൈകിയതുകൊണ്ടാണ് എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ആ ഒരു അബദ്ധം ഇനി സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അത് നന്ദുവാണ്. നന്ദുവിനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് തൻ്റെ ഭാര്യയെ കണക്കാക്കാൻ പറ്റില്ല. അവന്തിയെ താൻ ആ ഒരു സ്ഥാനത്ത് കണ്ടിട്ടില്ല. തൻ്റെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് തന്നെയാണ് അവന്തിയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവന്തിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് തുറന്ന് പറയുകയാണ്. ഈ ഒരു സംസാരം കേട്ടിട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും. ജാനകി അപ്പോഴേക്കും ഓടി വന്ന് അനിയുടെ കൊളൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണോ ഇത്രയും നാളും നടന്നത്? അങ്ങനെയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ നീ അവളെയും കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ ഫാനിൽ തൂങ്ങിക്കിടന്ന് ആടുന്ന എന്നെയായിരിക്കും നീ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്, മാറി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശൻ പറയുന്നു, ഇനിയിപ്പോൾ അല്ലെങ്കിലും ഈ വിവാഹം നിശ്ചയം നടത്താൻ പറ്റില്ല. കാരണം എൻ്റെ മൊബൈലിൽ ഒരു നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണുവും അനാമികയോട് ചെന്നിട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു നിശ്ചയം കഴിഞ്ഞാൽ അനിയെ അറസ്റ്റ് ചെയ്യും. ആ ഒരു വിവരം നന്ദു തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥിതിക്ക് ഈ ഒരു വിവാഹം നിശ്ചയം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിയൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പം ദേവയാനി പറയുന്ന, അവന്തിയമോൾ ഇതുപോലെ വിവാഹ നിശ്ചയത്തിനെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അപ്പോൾ അവളിതൊന്നും അറിഞ്ഞിട്ടില്ല, അറിയുമ്പോൾ വിഷമമാവും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ എല്ലാവർക്കും വിഷമമുണ്ട് ആ ഒരു ചടങ്ങ് മുടങ്ങിൽ. പക്ഷേ ഇത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഈ ഒരു ചടങ്ങ് നടത്തിയാൽ അത് വലിയ വിഷയത്തിലേക്ക് പോകും. അതുമാത്രമല്ല, വേണുവും എന്നെ വിളിച്ച് നേരത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിവാഹം നിശ്ചയം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നത്, ഇതെല്ലാം അവളുടെ പരിപാടിയാണ്, നന്ദുവിൻ്റെ, അവളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് കനകയും ഗോവിന്ദനും ആകെ ഒരു ഘട്ടത്തിലാണ്. കാരണം അവരിവിടെ വരികയും ചെയ്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ തൻ്റെ മകളൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്കറിയാം. അന്തു ഇതൊന്നും ചെയ്തിട്ടില്ല. അത് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, അവൾ ഇതൊന്നും ചെയ്തിട്ടില്ല, അവൾ അറിഞ്ഞിട്ടല്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അവരും പറയുകയാണ്. അതിനുശേഷം ഈ ഒരു ഇതൊന്നും അറിയാതെ തന്നെ ജലജ അവിടെ അവന്തിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ വലിയ ഡിസൈനറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ മോളെ സമയമായപ്പോൾ ഒരുക്കാൻ ആരും ഉണ്ടായില്ല എന്നൊക്കെ ജലജ പറയുകയാണ്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരാനിരുന്നതായിരുന്നു, ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. മുത്തശ്ശിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, എന്തായാലും വിവാഹം നിശ്ചയം നടക്കില്ല. ഇങ്ങനെ അവൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ പറയുന്നുണ്ട്, ഈ ആ നന്ദു എന്ന് പറഞ്ഞവൾ തന്നെയായിരിക്കും ഇതിനൊക്കെ കാരണം, അവളായിരിക്കും അവൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛാ, പലപ്പോഴും അവളും അവനും തമ്മിൽ കാണാറുണ്ട്, നിങ്ങൾ എന്നിട്ട് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് തട്ടിക്കയറുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നു, അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കേസ് കൂടിയുണ്ട്, വേണു അനാമികയും കേസ് കൊടുത്തിട്ടുണ്ട്, നന്ദുമോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇത് വിവാഹം നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അനി അറസ്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ചു. അവൾ തന്നെയാണ് ഇതിന് പിന്നെ, അവൾ തന്നെയായിരിക്കും വേണുവിനെ അനാമിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ജലജ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ കനകയും അങ്ങോട്ട് വരുന്ന സമയത്ത്, ദേവയാനിയൊക്കെ അങ്ങോട്ട് വരുന്ന സമയത്തും ജലജ അവരുടെ മുന്നിൽ വെച്ച് കനകയെടുത്ത് ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നു. ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ നയന പറയുന്നുണ്ട്, അപ്പച്ചി ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയും അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരിക്കലും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ വിവാഹാലോചനയായിട്ട് ചെന്നപ്പോഴും അവർ തന്നെയാണ് പിന്തിരിപ്പിച്ച് വിട്ടത്, അതുകൊണ്ട് അവരെ തെറ്റ് പറയരുത്. പിന്നെ ഇനിയിപ്പോൾ ഇതുവരെ എനിക്കങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു അവൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന്, ഇനി മൂന്നാമത് ഒരുത്തിയെ കൂടി കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ജലജ ഒരുപാട് മോശമായിട്ടാണ് സംസാരിക്കുന്നത് കനകയെടുത്ത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ എനിക്ക് പ്രശ്നമല്ല, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ നയനയും നന്നായി സംസാരിക്കുകയാണ്. അതുപോലെ നവ്യ പറയുന്നുണ്ട്, ജലജയെടുത്ത്, എനിക്ക് സത്യത്തിൽ അവളുടെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവന്തിയോട്, പക്ഷേ എനിക്ക് ആ നന്ദു എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നു, എത്രയ്ക്കാലം അവൾ നിൻ്റെ അനിയത്തി അല്ലേന്ന് ചോദിക്കുന്നു. എനിക്ക് അവൾ വരുന്നതിൽ യാതൊരു താല്പര്യമില്ല, പക്ഷേ നവ്യയുടെ ഉള്ളിൽ ഈ ഒരു വിവാഹം മുടങ്ങണമെന്നും നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് നവ്യയുടെ ആഗ്രഹം. അത് മനസ്സിൽ വെച്ചിട്ടാണ് നവ്യ സംസാരിക്കുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള കാര്യം അപ്പച്ചിക്ക് അറിയില്ലല്ലോ അമ്മയ്ക്ക്. അങ്ങനെ നയനയും നല്ല മറുപടി തന്നെ ജലജയ്ക്ക് കൊടുക്കണം. ഇതൊക്കെ കേട്ടിട്ട് ആകെ പഴിച്ചിരിക്കുവാണ് അവധിയ. ഞാനൊരു പരിഹാസ കഥാപാത്രമായിരിക്കണം, എന്നെ എല്ലാവരും കൂടെ പരിഹസിച്ചിരിക്കണം. കാരണം ആദ്യമേ ഒരു വക്കീലും വന്ന് കണ്ടു, അയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഇപ്പോൾ ദേ അനിയും എന്നെ ഇങ്ങനെ കെട്ടി ഒരുക്കി എല്ലാവരും കൂടെ പരിഹസിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവന്തിക ആകെ ഷോക്കിങ്ങിലായിരിക്കുകയാണ് കേട്ടോ. അവന്തികയ്ക്ക് ആ ഒരു
വിഷമം. കാരണം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നാഗേന്ദ്രനും അവന്തിയോട് ചെയ്ത പ്ലാനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. നയനെ പറയുന്ന സമയത്ത് ദേവേനെ പറഞ്ഞു, എൻ്റെ മകളെ ഇനി ഇതുപോലെ കൂടുതൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവളെ മനസ്സ് വിഷമിപ്പിക്കാൻ പറ്റില്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഇനി അവളെ മനസ്സ് വിഷമിപ്പിച്ചാൽ എനിക്കും അത് കെട്ടു നിൽക്കാനാകില്ല എന്നൊക്കെ ദേവയാനിയും പറയുന്നു. നയനയും നല്ല മറുപടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അവന്തിയുടെയും ജലജയുടെയും എല്ലാ കള്ളത്തരങ്ങളും നാഗേന്ദ്രനുമായിട്ടുള്ള ബന്ധവും എല്ലാം മുത്തശ്ശൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിവാഹം നടക്കുന്നില്ല, ഉറപ്പായിട്ടും നന്ദുവിനെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതായിട്ടൊക്കെയാണ് വരുന്ന പ്രൊമോയിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവന്തിയെ പിടിച്ച് മുത്തശ്ശൻ അവിടുന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്നുണ്ട്. നാഗേന്ദ്രനും ജലജയായിട്ട് വീണ്ടും ഒരു കൂടിച്ചേരലും കാണലും ഒക്കെ നടക്കുന്നു. പിന്നെ അവന്തിയുടെ എല്ലാ കള്ളത്തരങ്ങളും അവയോടൊപ്പം തന്നെ അവന്തിയും നാഗേന്ദ്രൻ്റെ ഭാഗത്തു നിന്നാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന വരുന്ന പ്രൊമോയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പത്തരമാറ്റ് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.